ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നൊരു ബീഫ് കൊണ്ടാട്ടത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ബീഫ് കൊണ്ടാട്ടം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്ത് കുക്കറിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് പ്രഷർ കുക്കർ അടച്ചു വെച്ച് ബീഫ് ഒന്ന് വേവിച്ചെടുക്കുകയാണ്. ബീഫിൻ്റെ ഒരു 1/4 വേവ് ആവുന്നത് വരെ വേവിച്ചെടുക്കുന്നുണ്ട്. ഞാനൊരു 7 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുത്തിട്ടുണ്ട്. അത് ഓരോരുത്തരുടെയും ബീഫിൻ്റെയും കുക്കറിൻ്റെയും ഇതൊക്കെ അനുസരിച്ച് വ്യത്യസ്തമായിരിക്കും. ബീഫൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ബീഫ് മാത്രം ഒന്ന് കോരി മാറ്റുകയാണ്. ബീഫ് മുഴുവനായിട്ട് കോരി മാറ്റിയിട്ടുണ്ട്. ബീഫ് മാറ്റി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ ചാറും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ബീഫിലേക്കുള്ള മസാല റെഡിയാക്കി എടുക്കുകയാണ്. അതിന് 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. എന്നിട്ട് മുട്ട നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മുട്ട നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കി വെള്ളത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നേരത്തെ ബീഫ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല, ആ വെള്ളം കൊണ്ടാണ് ഞാൻ ഇതിലൊഴിച്ച് കൊടുക്കുന്നത്. ഈ മസാല ബീഫിൻ്റെ ആ വെള്ളം കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്കുള്ള മസാല റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി എരിവും ഉപ്പൊക്കെ ആവശ്യത്തിനില്ലേ എന്ന് നോക്കിയിട്ട് ഇതിലേക്ക് ഈ ബീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബീഫ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് ഒരു അരമണിക്കൂറെങ്കിലും മാറ്റി വെക്കാം. ഇനി ബീഫ് കൊണ്ടാട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 കൈപ്പിടി നിറയെ ചെറിയുള്ളി ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ചെറിയുള്ളി തന്നെ വേണമെന്നില്ല, വലിയുള്ളി ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ഒന്ന് വഴന്ന് കിട്ടിയതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ബ്രൗൺ നിറമൊന്നും ആവേണ്ടതില്ല, ഒന്ന് വഴന്ന് കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലെക്സും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം റോ സ്മെൽ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഇനി 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ എടുത്തു വെച്ച ബീഫിൻ്റെ ചാറ് തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ അങ്ങനെ ഒഴിക്കുക, അല്ലെങ്കിൽ സാധാ വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ലോ ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഒരു തിള വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും ഇതാ ബീഫ് ഒന്ന് പൊരിച്ചെടുക്കുകയാണ്. ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ് പൊരിച്ചെടുക്കുന്നത്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നപ്പോൾ ആദ്യം തന്നെ ഞാൻ 5-6 ഉണക്കമുളക് അതിലൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. മസാല കൂട്ടി വെച്ച ബീഫ് ഈ എണ്ണയിൽ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. 2 ട്രിപ്പായിട്ട് ഫുള്ളായിട്ട് ബീഫ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും ഇതാ നേരത്തെ ഉണ്ടാക്കി വെച്ച കറി തിളച്ച് കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് 1 നാരങ്ങയുടെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആ പൊരിച്ച ബീഫ് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ബീഫും ഈ ഗ്രേവിയും കൂടി നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് ലേശം കറിവേപ്പിലയും പിന്നെ അതുപോലെ തന്നെ നേരത്തെ വറ്റൽമുളക് ഫ്രൈ ചെയ്തതുണ്ടായിരുന്നല്ലോ, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ചില്ലി ഫ്ലെക്സും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്.
ബീഫ് കൊണ്ടാട്ടം റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.